നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട ഡോക്ടറെ, സിസേറിയൻ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് കൂടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അടുത്ത് കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരോട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുക, നോർമൽ ഡെലിവറി എന്താണ്, സിസേറിയൻ എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ബെനിഫിറ്റ്സ്, ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്കറിയാമോ എന്ന് ഒരു ഉറപ്പിലെത്തിയതിന് ശേഷമേ നമ്മൾ ഇവരുടെ ആ റിക്വസ്റ്റിനെ പരിഗണിക്കാറുള്ളൂ. അപ്പോൾ ഈ നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ നാച്ചുറൽ പാസേജായ വജൈന വഴി കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ പ്രക്രിയ. സിസേറിയൻ ആകുമ്പോൾ വയറിൽ നമ്മൾ ഒരു മുറിവിട്ട്, ആ യൂട്രസിൽ മുറിവിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്ന ആ പ്രോസസ്സ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇവരിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ സാധാരണ കാണുക, ഇവർക്ക് ചിലപ്പോൾ വേറൊരാൾ പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിലുള്ള അതിനെക്കുറിച്ചുള്ള ഭയമാകാം, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഡെലിവറിയിൽ നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആവാം, അതല്ല എങ്കിൽ പെയിനെക്കുറിച്ചുള്ള പേടി, ചിലർക്ക് ഉള്ളു പരിശോധിക്കുന്ന ആ വജൈനൽ എക്സാമിനേഷനെ കുറിച്ചുള്ള പേടി തന്നെ ഒരു കാരണമാണ്. അതുപോലെ ചിലപ്പോൾ ഇനി എമർജൻസി ആയിട്ട് ചിലപ്പോൾ ഈ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വന്നാലോ ഇവർ രണ്ടുകൂടെ സഹിക്കേണ്ടി വരില്ലേ, അങ്ങനെ പല പല ഇഷ്യൂസാണ് ഇവർ പറയുക. പെയിൻ റിലീവിങ് മെത്തേഡ്സ് ആയ എപ്പിഡ്യൂറൽ, അതുപോലെ ഇഞ്ചക്ഷൻസ്, എൻഡനോക്സ് പോലുള്ള ഗ്യാസുകൾ, ഇതെല്ലാം ഈ പെയിൻ റിലീഫിന് ഈ പ്രഗ്നൻ്റ് ലേഡിയെ സഹായിക്കുന്നവയാണ്. അതുപോലെ വജൈനൽ എക്സാമിനേഷനെ കുറിച്ചുള്ള ഇവരുടെ പേടി അത് മാറാനായിട്ട് നമ്മൾ അതിനുള്ള ടെക്നിക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സിസേറിയൻ ആയാൽ വജൈനൽ എക്സാമിനേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സിസേറിയൻ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് വജൈനൽ എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു ഡെലിവറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് 80% അടുത്ത പ്രഗ്നൻസിയിൽ, അടുത്ത ഡെലിവറിയിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ അവരുടെ ആ പഴയ കോംപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയും, നോർമൽ ഡെലിവറിയും സിസേറിയനും തമ്മിൽ, നോർമൽ ഡെലിവറി നാച്ചുറൽ ഒരു കാര്യമാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ തക്കതായ ആവശ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിസേറിയൻ വേണം. അതല്ല, യാതൊരു പ്രത്യേകിച്ച് അമ്മയ്ക്കോ യാതൊരു പ്രോബ്ലമില്ല, കുഞ്ഞിന് യാതൊരു സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊരു മെഡിക്കൽ ഇഷ്യൂസും ഇല്ല, അങ്ങനെ ഒന്നുമില്ലാതെ അമ്മയുടെ ആ റിക്വസ്റ്റിനെ മാത്രം പരിഗണിച്ച് നമ്മൾ ചെയ്യുന്ന സിസേറിയനാണ് നമ്മൾ ഇലക്റ്റീവ് സിസേറിയൻ അണ്ടർ മെറ്റേണൽ റിക്വസ്റ്റ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പല പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരും സിസേറിയൻ തമ്മിൽ നോക്കുമ്പോൾ 5 ഇരട്ടിയാണ് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവരുടെ മാതൃമരണ നിരക്ക് കാണുക. ഇത് ചില ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അങ്ങനത്തെ ആ എംബോളിസം പോലുള്ള പ്രോബ്ലം ആവാം, അങ്ങനെ പല ഇഷ്യൂസ് ആകാം. അതുപോലെ തന്നെ സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഫ്യൂച്ചർ പ്രഗ്നൻസിയിലൂടെ പ്രോബ്ലംസ്, അതായത് ഈ സ്കാറിൽ പ്ലാസൻ്റ ഒട്ടിപ്പിടിക്കുന്ന, പ്ലാസൻ്റ അക്രീറ്റ സ്പെക്ട്രം പോലുള്ള പ്രോബ്ലം വന്നാലും അമ്മയ്ക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവാം. പിന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ചിലർക്ക് പേടി, ഈ പ്രൊലാപ്സ്, യൂട്രസൊക്കെ താഴേക്ക് ഇറങ്ങി വരുമോ, പിന്നെ ഈ ചുമയ്ക്കുമ്പോൾ ഒക്കെ യൂറിൻ പോകുന്ന, സ്ട്രെസ് ഇൻകോർഡിനേറ്റ്സ് തുടങ്ങിയ അവസ്ഥകളൊക്കെ. ശരിയാണ്, ഒരു പരിധിവരെ വജൈനൽ ഡെലിവറി കഴിയുന്നവർക്ക് ആദ്യത്തെ 1 വർഷം പ്രത്യേകിച്ച് ഈ യൂറിനറി ലീക്കൊക്കെ സിസേറിയൻകാരെക്കാളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ ഒരു 25 വർഷത്തിന് ശേഷമുള്ള പ്രൊലാപ്സും അതുപോലെ യൂറിനറി ഇൻകോണ്ടിനൻസ്, ഈ യൂറിൻ ചുമയ്ക്കുമ്പോൾ പോകുന്ന അവസ്ഥയൊക്കെ സിസേറിയൻകാരിലും നോർമൽ ഡെലിവറിക്കാരിലും ഒക്കെ വലിയ വ്യത്യാസമൊന്നും കാണാറില്ല. പിന്നെ നമ്മൾ നോർമൽ ഡെലിവറി കഴിയുന്നവരോട് ഇതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഡെലിവറിക്ക് ശേഷമുള്ള വിസിറ്റിൽ അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാം നമ്മൾ അതിനു വേണ്ടിയുള്ള അഡ്വൈസ്, കീഗൽസ്, എക്സസൈസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കുഞ്ഞിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയാൽ, നോർമൽ ഡെലിവറിയിൽ കുഞ്ഞ് ഒരു വജൈനൽ ആ മൈക്രോബ്, അതായത് അമ്മയുടെ യോനിയിലുള്ള ആ നല്ല ബാക്ടീരിയയുടെ ഒരു ഷവർ തന്നെ ആ വജൈനൽ ഡെലിവറിയുടെ ആ യോനിയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് കുഞ്ഞിൻ്റെ ഏറ്റവും വലിയൊരു ബർത്ത് റൈറ്റാണ്
ഈ വജൈനൽ മൈക്രോബിനോടുള്ള എക്സ്പോഷർ. കാരണം ഇപ്പോൾ നമ്മൾ ഗട്ടിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടലിൽ ഈ കുഞ്ഞിൻ്റെ മൂക്കിലൂടെ വായിലൂടെയൊക്കെ ഈ കുഞ്ഞിൻ്റെ കുടലിലേക്ക് ചെല്ലുന്ന ഈ നല്ല മൈക്രോബ് കുഞ്ഞിന് ഭാവിയിൽ വലിയ രോഗങ്ങളിൽ നിന്നുള്ള പ്രിവെൻഷൻ വരുന്നു. അതായത് പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലം തടയാൻ പറ്റുന്നു. ഈ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. അങ്ങനെ പല അഡ്വാൻറ്റേജസും ഈ വജൈനൽ മൈക്രോബ് എക്സ്പോഷർ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സിസേറിയൻ കഴിയുമ്പോൾ ഈ ബെനിഫിറ്റ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള യാത്രയാണ് ഈ വയറിൽ നിന്നും യൂട്രസിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഇടുപ്പിലൂടെ സഞ്ചരിക്കുന്ന ആ ഡിസ്റ്റൻസ്. ആ ജേർണി കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ലങ്സിൽ അവരുടെ ശ്വാസകോശത്തിലെ ഫ്ലൂയിഡൊക്കെ സ്ക്വീസ്ഡായി ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്ന സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അവർക്ക് NICU അഡ്മിഷൻസൊക്കെ കുറവാണ് കാണുന്നത്. പിന്നെ നമുക്കറിയാം ഒരു നോർമൽ ഡെലിവറി കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ലൈഫിലേക്ക്, അവരുടെ നോർമൽ ലൈഫിലേക്ക് വരാനും ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ എത്രയും പെട്ടെന്ന് ഇനീഷ്യേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ നോർമൽ ആ റിക്കവറി വളരെ പെട്ടെന്ന് കിട്ടാനും ഈ നോർമൽ ഡെലിവറി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസേറിയനെ ഈ നോർമൽ ഡെലിവറിയെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ഈ ഭയമൊക്കെ മാറ്റാൻ ആൻറ്റിനേറ്റൽ ക്ലാസ്സസൊക്കെ ഇന്ന് പെൺകുട്ടികളെ സഹായിക്കുന്നുണ്ട്. അത് എല്ലാ ഒബ്സ്റ്ററ്റിക് യൂണിറ്റുകളിലും അത് തന്നെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും സപ്പോർട്ടൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ നാച്ചുറൽ അതാണല്ലോ നോർമൽ. അപ്പോൾ ആ നോർമൽ ഡെലിവറി പ്രത്യേകിച്ച് ആവശ്യം ഒന്നുമില്ലാതെ വെറുതെയുള്ള പേടി കൊണ്ടുള്ള ആ റിക്വസ്റ്റ് നിങ്ങൾ അങ്ങനെ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 2 പ്രാവശ്യം ആലോചിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.